സ്കാലപ്പ് നെക്ക് നമ്മൾ ഇതേപോലെ എങ്ങനെയാണ് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ടാണ് നമ്മൾ ക്ലോത്തിൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു റൗണ്ട് പീസ്, ഒരു 1.5 ഇഞ്ച് ആ ഒരു വലുപ്പത്തിലുള്ള റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനെ നേരെ പകുതിയാക്കിയിട്ടാണ് നമ്മൾ വരച്ച് അളവൊക്കെ കൊടുക്കുക. ഇനി വിഡ്ത്ത് എത്ര വേണം നെക്കിൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ 3 ഇഞ്ചാണ് 3 ഇഞ്ച്, ഇനി 2.5 ഇഞ്ചാണ് അത് കൊടുക്കുക. പിന്നെ നെക്കിൻ്റെ ലെങ്ത്തും അതും എത്രയാണ് വേണ്ടതെന്നുള്ളത് വരച്ച് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഇനി നമ്മൾ ഈ ഒരു പീസ് ഇതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഡ്ത്തിൻ്റെ അകത്ത് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. ആ ലൈനിൻ്റെ വെളിയിൽ, മനസ്സിലായോ, ലൈനിന് പുറത്താണ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നത്, കണ്ടില്ലേ. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ അകത്ത് വേണം നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എന്താ പറയുക ലൈൻസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കിനി പുറത്തും കൂടി ഒരു ഇച്ചിരി ഗ്യാപ്പ് വേണം. നമുക്ക് എന്താ പറയുക, ഇത് ഒട്ടിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ അതും ഇതേപോലെ ഇച്ചിരി സ്പേസ് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നുള്ളത് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഷോൾഡറിന് ജോയിൻ ചെയ്യേണ്ട അവിടെ ഞാനൊരു 4 ഇഞ്ച് സ്പേസ് വിടുന്നുണ്ട്. അങ്ങനെ വിടാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് മേലേന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ അത് ഇച്ചിരി ഗ്യാപ്പ് വിട്ടുന്നേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്താ പറയുക, കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് പീസ് ഉണ്ടല്ലോ, നേരെ പകുതിയായിട്ട് മടക്കിയത് അതിങ്ങനെ വെച്ച് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ വരച്ച് വരാൻ പറ്റും. അത് എവിടെ വരെയാണ് എത്തുന്നത് അവിടെ വരയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നേരെ ഈ സെൻറ്ററിൽ നിന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം മാക്സിമം. എന്നിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. എത്ര റൗണ്ടാണ് വരുന്നത് അതുപോലെ കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി ബാക്കി ഉണ്ടെങ്കിലും നമുക്ക് അവിടെയും ചെറിയൊരു റൗണ്ട് കൊടുക്കുക. അതാകുമ്പോൾ വൃത്തിയേടില്ലാണ്ട് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിനിങ്ങനെ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസാണ് നമ്മൾ നെക്കിൻ്റെ എന്താ പറയുക പോർഷനിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം. ഇതേപോലെ ക്യാൻവാസിൽ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. താങ്ക്